വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, കെ കൊച്ചിൻ്റെ തിരഞ്ഞെടുത്ത ലേഖനങ്ങൾ എന്ന ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ബ്ലിസ്ഡായിട്ടുള്ള, അത് ഞാൻ ഇംഗ്ലീഷിൽ തന്നെ ആ വാക്ക് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുകയാണ്, വളരെ ബ്ലിസ്ഡായിട്ടുള്ളൊരു മൊമെൻ്റായിട്ടാണ് കരുതുന്നത്. എൻ്റെ വായനയുടെയും അതുപോലെ തന്നെ ജീവിതബോധത്തിൻ്റെയും ഒക്കെ അകത്ത് വെച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ അദ്ദേഹത്തെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കോഴിക്കോട് സർവകലാശാലയിൽ ഗവേഷണത്തിന് പഠിക്കുന്ന കാലയളവിൽ, പ്രത്യേകിച്ച് 90കളുടെ ഒരു കലങ്ങിമറിഞ്ഞ അന്തരീക്ഷത്തിൽ കെ കൊച്ചിനെയും അതുപോലെ അക്കാലത്ത് ദളിത് വിഷയങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന പലരെയും കുറിച്ചുള്ള പരാമർശങ്ങൾ കേട്ടത് ഓർക്കുന്നുണ്ട്. അത്തരം വായനകളിലേക്ക്, ഒരു സാഹിത്യ വായനക്കാരിയിൽ നിന്നും ഇത്തരം സാമൂഹ്യശാസ്ത്ര വായനയിലേക്ക് ഞാൻ എത്തുന്നത് വളരെ പതുക്കെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ സ്വത്വവാദത്തിൻ്റെ രാഷ്ട്രീയം, അതേപോലെ തന്നെ ജാതിവാദിയായിട്ടുള്ള ഒരാൾ, ഒരു പക്ഷേ ചില സന്ദർഭങ്ങളിൽ സന്തോഷിൻ്റെ ഒരു ആമുഖത്തിൽ സൂചിപ്പിക്കുന്ന പോലെ അവസരവാദം എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലേക്ക് എത്തുമ്പോൾ യാഥാർത്ഥ്യത്തിൻ്റെ വളരെ വളരെ ജീവിത യാഥാർത്ഥ്യത്തിൻ്റെ, അനുഭവങ്ങളുടെ, സൂക്ഷ്മതയുടെ ഒക്കെ യാഥാർത്ഥ്യത്തിൻ്റെ ഒരു നടുക്കം, നമ്മളെ ഇന്ന് കേരളീയ സമൂഹം അഭിമുഖീകരിച്ചിരിക്കുന്ന പല പ്രശ്നങ്ങളുടെയും ഒരു ഞരമ്പ് ഈ യാഥാർത്ഥ്യങ്ങളിലൂടെയെല്ലാം ഇന്ന് മനസ്സിലാവുകയാണ്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തെ മനസ്സിലാവുന്നത് നമ്മുടെ അക്കാദമിക് ലോകത്തെ, കെ കൊച്ചിൻ്റെ കുറേയധികം ലേഖനങ്ങൾ എല്ലാ യൂണിവേഴ്സിറ്റികളിലും തന്നെ പഠിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലെ ചില ലേഖനങ്ങളൊക്കെ പഠിപ്പിക്കാൻ എനിക്ക് അവസരവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പല അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതരം ജീനിയോളജി അദ്ദേഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു പക്ഷേ നമുക്ക് പി കെ ബാലകൃഷ്ണനിലും മറ്റും കാണുന്ന നമ്മുടെ ഈ അക്കാദമിക ലോകത്തിന് വെളിയിൽ നിന്നുകൊണ്ട് അക്കാദമിക ലോകത്തെ തിരുത്തുന്ന കീഴാള വീക്ഷണത്തോടു കൂടി തന്നെ അത്തരം രാഷ്ട്രീയത്തെ ഉന്നയിച്ചുകൊണ്ട് അതിനെ തിരുത്താൻ പോകുന്ന തരത്തിലുള്ള ഒരാളായിട്ടാണ് അദ്ദേഹം എല്ലായ്പ്പോഴും നിന്നിട്ടുള്ളത്. ഒരു കാലത്ത് ഞാൻ അദ്ദേഹത്തെ ആദ്യമായി നേരിൽ കാണുന്നത് മഹാരാജാസ് കോളേജിൽ ഇസ്ലാമിക് ഹിസ്റ്ററി വിഭാഗം നടത്തിയ ഒരു സെമിനാറിൽ വെച്ചിട്ടാണ്. സെമിനാർ തുടങ്ങാൻ വൈകി. അപ്പം ഞാൻ കുറച്ച് നേരത്തെ എത്തി. അങ്ങനെ ഒന്നിച്ചിരുന്ന് ആദ്യമായി കാണുകയാണ്. അപ്പം ഞാൻ അടുത്ത് ഇരുന്നു. സംസാരിക്കാമോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഒരല്പം അകൽച്ചയോടെയാണ് ഇരുന്നതെങ്കിലും അദ്ദേഹം തന്നെ മുൻകൈയെടുത്ത് പ്രത്യേകിച്ച് വ്യക്തിപരമായ മുഖവുര ഒന്നുമില്ലാതെ തന്നെ ചില കാര്യങ്ങൾ എന്നോട് സംസാരിച്ചത് എന്നെ അത്ഭുതപ്പെടുത്തി. അത് ഞാൻ ഇന്നും ഓർക്കുന്നു. എൻ്റെ മനസ്സിൽ മായാതെ കിടക്കുന്ന, ഒരു പച്ച കുത്തിയ പോലെ കിടക്കുന്ന ഒരു ഓർമ്മയാണത്. അദ്ദേഹം അന്ന് പറഞ്ഞത് KSRTC ജീവനക്കാരുടെ പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ്. പെൻഷൻ സംബന്ധമായിട്ടുള്ള കുറേ ഇഷ്യൂസ് ഉണ്ട്. അതേപോലെ തന്നെ KSRTC ജീവനക്കാരുടെ അതിലുള്ള ഈ തൊഴിൽപരമായിട്ടുള്ള കൃത്യത കുറവിനെ പറ്റിയിട്ടൊക്കെ അദ്ദേഹം ഒരുപാട് നേരം സംസാരിച്ചു. അപ്പോൾ പൊതുവേ ട്രേഡ് യൂണിയൻ വിഷയങ്ങളോട് വലിയ താല്പര്യമില്ലാത്ത ആളാണ് ഞാൻ. അതെനിക്ക് മനസ്സിലാവാറുണ്ട്. അത്തരം ആളുകളെ നിരന്തരം കാണേണ്ടി വരുമ്പോഴൊക്കെ തന്നെയും അവരൊക്കെ ഒരു വരണ്ട സമീപനമാണെന്നുള്ളൊരു തോന്നൽ പോലും ക്ഷമാപണപൂർവ്വം ഞാൻ പറയട്ടെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം എന്നിൽ ഉണ്ടാക്കി തീർത്തൊരു മാറ്റം, അത് നമ്മളെ തുല്യനിലയിൽ കണ്ടുകൊണ്ട് ഈ വിഷയങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി. കൂടാതെ അന്ന് ഉപയോഗിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു ആശയം തന്നെ എന്നെ ഇന്നും പിന്തുടരുന്നു. മൂലധനത്തെ ജനാധിപത്യവൽക്കരിക്കുക. അത്തരം ഒരു ആശയം അന്ന് ആ സെമിനാർ വേദിയിൽ അവതരിപ്പിച്ചു. അപ്പോൾ വ്യത്യസ്ത തൊഴിൽ വിഭാഗങ്ങൾ, വ്യത്യസ്ത ജാതി വിഭാഗങ്ങൾ, ഇവർക്കിടയിൽ മൂലധനം എങ്ങനെയാണ് വ്യാപിച്ചിട്ടുള്ളത്, അതിൻ്റെ കുറവുകൾ എന്തെല്ലാം എന്നുള്ളതിനെ ഊന്നി അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അതുതന്നെ മറ്റു പല ഭാഷകളിലും കൂടുതൽ സൈദ്ധാന്തികമായ പിൻബലത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിലും എല്ലാം തന്നെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒരു ആശയത്തെ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ സാഹിത്യ നിരൂപണം എടുത്തു നോക്കിയാൽ സരസ്വതി വിജയമാകട്ടെ, ഇന്ദുലേഖയാകട്ടെ, അത്തരം കൃതികളെ പഠിക്കുമ്പോൾ അദ്ദേഹം ആശയങ്ങളുടെ വലിയ ഒരു ശൃംഖലയെ, ഒരു പക്ഷേ നമുക്ക് പരസ്പര വിരുദ്ധമാണെന്ന് പോലും തോന്നാൻ സാധ്യതയുള്ള, സാഹിത്യ വായനക്കാരെ സംബന്ധിച്ചാണ് കേട്ടോ, പരസ്പര വിരുദ്ധമാണെന്ന് തോന്നാൻ പോലും സാധ്യതയുള്ള ശൃംഖലകളുടെ ഒരു കൂട്ടത്തെ അദ്ദേഹം കൊണ്ടുവന്ന് അതിനെ ഓരോന്നായി അഴിച്ച് വിശദീകരിക്കുന്ന കാഴ്ച വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ ഈ പോക്കർ മാഷൊക്കെ ഇരിക്കുമ്പോൾ പറയാൻ പേടിക്കണമെങ്കിലും ബ്രൂണ ലാത്വ എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, ഈ ശൃംഖല നെറ്റ്വർക്ക് തിയറി എന്ന് പറയുന്നൊരു സംഗതി അദ്ദേഹം പറയുന്നുണ്ട്. ആക്ടർ നെറ്റ്വർക്ക് തിയറി.
അതിലെന്താണെന്ന് വെച്ചാൽ ഒരു വസ്തുവിനൊരു വസ്തുത്വം ഉണ്ടാകുന്നതിനെ പറ്റി പറയുന്നുണ്ട്. ആ വസ്തുത്വം എന്ന് പറയുന്നത് ആ വസ്തുവിൽ മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട നിരവധി സാമൂഹിക മാറ്റങ്ങൾ, സാമൂഹ്യ സംഭവങ്ങളെല്ലാം കൂടിച്ചേരുന്ന ഒരിടമായി ആ വസ്തുവിനെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഒരു താക്കോലിൻ്റെ ഉദാഹരണമൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത്. താക്കോല് കളയും അത്ര ആൾക്കാർ. ഹോട്ടലിൽ റൂം എടുക്കും, താക്കോല് കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ഇട്ട് കളയും, യൂറോപ്പിലൊക്കെ. അപ്പോൾ താക്കോല് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് സൂക്ഷിക്കാനായിട്ട് അവിടെ വെക്കാൻ പറഞ്ഞാൽ കൗണ്ടറിൽ വെക്കില്ല അവർ. അപ്പോൾ കൗണ്ടറിൽ വെക്കാൻ വേണ്ടി അവരൊരു സൂത്രം പ്രയോഗിച്ചു. അതിലൊരു കല്ല് കെട്ടി ബലപ്പെടുത്തി വലിയ കനമുള്ളതാക്കി മാറ്റുക. അപ്പോൾ പോക്കറ്റിലിട്ട് കൊണ്ടുപോവുകയോ കളയുകയോ ചെയ്യില്ല. അപ്പോൾ ഈ ഒരു പ്രധാന സംഭവത്തെ മുൻനിർത്തി ലാത്വ വിശദീകരിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. എന്തായാലും ഇദ്ദേഹം ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട അതേപോലെ എങ്ങനെയായിരുന്നു കേരളത്തിൻ്റെ ഭൂപരിഷ്കരണം എന്ന മേനി നടിക്കൽ, അതിലെങ്ങനെയാണ് ദളിതേതരരായിട്ടുള്ള വിഭാഗങ്ങൾക്ക് മാത്രം ഒരു പ്രത്യേക സംരക്ഷണം കിട്ടിയത്, OBC ഉൾപ്പെടെയുള്ള സവർണ വിഭാഗങ്ങൾക്കൊക്കെ തന്നെ കിട്ടിയിട്ടുള്ള അത്തരം എങ്ങനെയാണ് ദളിതർ ഒഴിവായി പോയത്, ദളിതർ ഒഴിവാകുന്നതിന് പിന്നിലുള്ള കാര്യകാരണങ്ങളെ സംബന്ധിച്ചിട്ടുള്ള അതിൽ കൊളോണിയലിസം പ്രവർത്തിച്ചത് എങ്ങനെയെന്നൊക്കെ സരസ്വതി വിജയത്തിൽ വിശദമായിട്ട് ആ പഠനത്തിൻ്റെ തുടക്കം മുതലേ തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരുപാട് തരത്തിൽ സാമൂഹിക വിശകലനത്തിന് വ്യത്യസ്തമായ ടൂളുകൾ ഉപയോഗിച്ചു എന്നുള്ളതിലാണ് എനിക്ക് അദ്ദേഹത്തെ വളരെ അത്ഭുതത്തോടു കൂടി ഓർക്കാൻ കഴിയുന്നത്. കൂടാതെ അദ്ദേഹത്തിൻ്റെ ആത്മകഥ എന്നെ ഒരു പക്ഷേ ആത്മകഥ വായിക്കുമ്പോൾ കൊച്ചേട്ടൻ ഒരു വളരെ അംഗീകരിക്കപ്പെട്ട, വളരെ മുതിർന്ന ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് അംഗീകരിക്കപ്പെട്ട ഒരാളാണ്. പിന്നീട് അദ്ദേഹത്തെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കോളേജിലേക്ക് വിളിച്ചിരുന്നു ഒരിക്കൽ. അപ്പം അദ്ദേഹത്തിന് എപ്പോഴും ഞാൻ മഹാരാജാസ് കോളേജിലാണെന്നുള്ള ധാരണ കൊണ്ടായിരിക്കും അവിടെ ചെന്നിരിക്കുകയായിരുന്നു. എറണാകുളത്തിരിക്കുകയാണ്. അപ്പോൾ സ്ഥലം തെറ്റിപ്പോയി. വിളിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ എറണാകുളത്തുണ്ട്, കോളേജിലുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവിടുന്ന് വരികയൊക്കെയാണ് ചെയ്തത്. ആ സമയം തൊട്ട് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ശ്രദ്ധയും താല്പര്യവും അതുപോലെ തന്നെ ഞാൻ വലിയ കാര്യമായി, അതിനു മുൻപ് ഞാൻ പറഞ്ഞല്ലോ ഈ അവിടെ നിന്ന് ഇവിടെ നിന്നും കേൾക്കുന്ന ചില കാര്യങ്ങളല്ലാതെ കൂടുതൽ ആഴത്തിലുള്ള വായനയിലേക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല. എന്തായാലും ഈ 2016 ശേഷം അദ്ദേഹത്തെ വായിച്ച് കൂടുതൽ ഈ വിഷയങ്ങൾ പഠിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നിയത് കുറച്ചും കൂടി കൂടുതൽ വ്യത്യാസമുള്ള എഴുത്തുകൾ അദ്ദേഹം എഴുതുന്നുണ്ട്. പ്രത്യേകിച്ച് ദളിതൻ എന്നുള്ള കൃതിക്കകത്ത് അദ്ദേഹം അമ്മയെക്കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട്. സാമുദായികതയെക്കുറിച്ചുള്ള അവസാനത്തെ പുസ്തകത്തിൽ അമ്മ എന്ന പാഠം എന്ന ഒരു ലേഖനം തന്നെ ഉണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്നത് താൻ വളർന്നു വന്ന ആ ഒരു രാഷ്ട്രീയ ദൈനംദിന ജീവിതത്തിൻ്റെ തന്നെ ഒരു ചരിത്രം, അതിൽ അച്ഛനെ വളരെ പ്രധാനമായി കരുതുകയും അച്ഛൻ്റെ വഴി പിന്തുടരാൻ ശ്രമിച്ചിട്ട് അദ്ദേഹം മനസ്സിലാക്കിയാണ് അതിലൊരു പുരുഷാധിപത്യത്തിൻ്റെയോ മറ്റൊരു തരത്തിൽ ഈ ദളിതരില്ലാത്ത ഒരു തരത്തിലുള്ള ജ്ഞാനബോധമാണ് അച്ഛനെ നയിക്കുന്നത്. ദളിതരുള്ളത് വാമൊഴിക്കകത്താണ് എന്ന് അദ്ദേഹം വേർതിരിച്ച് പറഞ്ഞ് വിശദീകരിക്കുന്നുണ്ട്. അപ്പം അമ്മയുമായി കൂടുതൽ സംസാരിക്കുകയും അമ്മയുടെ ഒരു ജ്ഞാനവഴിയെ അന്വേഷിച്ച് പോകുമ്പോൾ അതിലധികവും അമ്മയുടെ ഓർമ്മകൾ, കഥകൾ, പാട്ടുകൾ ഇതെല്ലാമുള്ള ആളാണ്. സാമൂഹിക ജീവിതം കൂടുതൽ ചലനാത്മകമായ ഒരാൾ അമ്മയാണെന്ന് തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ അമ്മയാണ് തൻ്റെ മാതൃക എന്ന് മനസ്സിലാക്കുകയും ഈ സമുദായ ചിന്തയുടെ ഒരു മാതൃകയായി അമ്മയെ തിരിച്ചറിയുകയൊക്കെ ചെയ്യുന്നൊരു സന്ദർഭമൊക്കെ ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് KK കൊച്ചെന്ന് പറയുന്ന വ്യക്തിയെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടാൻ ഇടയാക്കിയിട്ടുള്ള സംഗതിയാണ്. കുറേ അധികം ലേഖനങ്ങൾ, ഒരുപക്ഷെ വേറെ ആരും അങ്ങനെ എഴുതി കണ്ടിട്ടില്ലാത്ത ചില വിഷയങ്ങൾ, വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട ചില പഠനങ്ങളൊക്കെ ഞാൻ നടത്തുന്നതിൻ്റെ ഭാഗമായി KK കൊച്ചിൻ്റെ ഒരു ലേഖനം എന്നെ വളരെ ശ്രദ്ധയാകർഷിച്ചിരുന്നു. അതിൽ അദ്ദേഹം 2 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് ബാർബർമാരുമായി ബന്ധപ്പെട്ട, ബാർബർമാരുടെ ആ ഒരു യൂണിയനിലുള്ള ഒരു നേതാവിനെ കാണാൻ പോയൊരു അനുഭവം മറ്റുമൊക്കെയാണ്, രാമൻ എന്നു പേരായിട്ടുള്ള ഒരാളെ. അതേപോലെ തന്നെ അദ്ദേഹം പിന്നെ അംബേദ്കറേയും ഗാന്ധിയെയും കുറിച്ച് താരതമ്യപ്പെടുത്തിക്കൊണ്ടൊരു പഠനം, ഒരു ചെറിയ കുറിപ്പാണ്, 2 പേജോ മറ്റോ ഉള്ളൂ അത്. പക്ഷെ അത് ഗംഭീരമായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് അംബേദ്കർ ഒരു സാമൂഹിക സത്തയുടെ കയറ്റമായിട്ടാണ് കോട്ടിടുന്നതെന്നും ഗാന്ധി ഒരു വ്യക്തിസത്തയുടെ, അല്ല വാക്കുകളൊക്കെ എത്ര കൃത്യമാണെന്നുള്ളത്, എത്ര പൊളിറ്റിക്കലാണെന്നുള്ളത്, വ്യക്തിസത്തയുടെ ഇറക്കമായിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ആ കൊളോണിയൽ വസ്ത്രം, പാൻറ്റ് ഷർട്ടും കോട്ടും എല്ലാം ഉള്ള ആ വസ്ത്രം ഉപേക്ഷിച്ചിട്ട് ഒരു ധോത്തി മാത്രം ആയിട്ട് അർത്ഥനഗ്നനായ ഫക്കീറായി മാറുന്നതെന്നും ഒക്കെ വിശദീകരിക്കുന്നുണ്ട്. ഇത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പെട്ടെന്ന് തന്നെ എന്താണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ എങ്ങനെയാണ് ചരിത്രത്തിൽ ദളിതരെ വിളിച്ച പേരുകളെക്കുറിച്ചൊരു വിശദീകരണം നടത്തുന്നുണ്ട്. നിങ്ങളെ കർഷക തൊഴിലാളികൾ എന്ന് വിളിക്കുന്നു, അതല്ലെങ്കിൽ പിന്നെ കർഷകർ എന്ന് മാത്രം വിളിക്കുന്നു. ഇതിലൂടെ
നടത്തുന്ന ഒരു തരം കൺകെട്ടിക്കളി, അത് ഭൂമിയുടെ രാഷ്ട്രീയം പറയാനും ഒക്കെ ആയിട്ട് നടത്തിയിട്ടുള്ള ഭൂരാഹിത്യത്തെ അഭിസംബോധന ചെയ്യാതെയുള്ള ഈ ഒളിച്ചുകളിയെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് കെ കൊച്ച് ആ ലേഖനം അവസാനിപ്പിക്കുന്നത്. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കൊച്ചു കൊച്ചു ലേഖനങ്ങളും കൂടി അദ്ദേഹത്തിൻ്റെതായിട്ട് ഓർക്കേണ്ടതുണ്ട്. ഒരുപാട് തരത്തിൽ വളരെ പ്രസക്തിയുള്ള, ഒരു പക്ഷേ ഭാവി തലമുറയെ വളരെ പ്രചോദിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം. ഇങ്ങനെയൊക്കെയാണ് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ സവർണ ദേശീയതയുടെ ധാരകളെ തന്നെ അതിനെ വളരെ പ്രശ്നവൽക്കരിക്കാൻ തൻ്റെ ഇടത്ത് നിന്നുകൊണ്ട്, തൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നുകൊണ്ട്, ഒരു പക്ഷേ തൻ്റെ ദൈനംദിന ജീവിതത്തിൻ്റെ തന്നെ ഓർമ്മകളിലൊക്കെ നിന്നുകൊണ്ട് പ്രശ്നവൽക്കരിക്കാനുള്ള എല്ലാ സാധ്യതയും അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. നിരവധി പഠനങ്ങൾ അദ്ദേഹത്തിൻ്റെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഞാനിപ്പോൾ തൽക്കാലം നിർത്തുകയാണ്, സമയം കുറച്ച് ഒക്കെ ഉള്ളൂ എന്ന് എനിക്കും അറിയാം. മറ്റുള്ളവർ സംസാരിക്കട്ടെ. എന്തായാലും ഈ അവസരത്തിന് നന്ദി പറയുന്നു. ഒരുപാട് അഭിമാനം തോന്നുന്നു. നന്ദി.